ഹലോ ഗായ്സ്, SKV ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലമ്പൂർ ട്രെയിൻ ലഭിച്ചില്ല, ഷൊർണൂരിൽ ട്രെയിൻ തടയലും പ്രതിഷേധവും. ഈ ഒരു ന്യൂസ് കണ്ടിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റത് തന്നെ. പക്ഷേ ഞാൻ സാധാരണ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതുപോലെ ന്യൂസ് റിയാക്ഷനോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണം എന്ന് തോന്നാൻ കാരണം തന്നെ ഞാനിത് ഒരുപാട് തവണ എക്സ്പീരിയൻസ് ചെയ്ത സംഭവമാണ്. അതായത് ആലപ്പി കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിൻ. ഞാൻ ഇതിനാണ് പണ്ടൊക്കെ പോയി വന്നുകൊണ്ടിരുന്നത്. ആക്ച്വലി ആ ഒരു ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് പോകുന്നവർക്ക് ഇപ്പോൾ, അതായത് കോവിഡിന് മുന്നേ പലപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് കറക്റ്റ് ടൈമിങ്ങിലൊക്കെയാണ് ഞാൻ പോയപ്പോഴൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് 7 മണിക്ക് ഷൊർണൂർ എത്തും, അത് കഴിഞ്ഞ് കണക്ഷൻ ട്രെയിൻ 7:30ക്കാണ് നിലമ്പൂർക്കുള്ളത്. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു സമയത്ത് നമുക്ക് ചായ കുടിക്കാൻ ഒരു സമയം ബ്രേക്കും കിട്ടും, അത് കഴിഞ്ഞ് നമുക്ക് പോവാം. പക്ഷേ ആ കോവിഡിന് ശേഷം ടൈമിംഗ് എല്ലാം മാറി, ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്, ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഷൊർണൂർ ഇപ്പോൾ എത്തുന്നത് 7:45 വേർ ഈസ് മൈ ട്രെയിനിൽ കാണിക്കുന്നത്. അതായത് എറണാകുളത്ത് നിന്ന് 5:30 എടുത്ത് ഷൊർണൂർ 7:45 എത്തി 8:10 ഇപ്പോൾ കണക്ഷൻ ട്രെയിൻ നിലമ്പൂർക്കുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ടൈമിംഗ്. പക്ഷേ നിങ്ങൾക്ക് ആ ട്രെയിൻ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, അത് 7:45 എത്തുക എന്ന് പറഞ്ഞിട്ട് എത്തുമ്പോൾ തന്നെ 8:19 8:20 ആവും. അപ്പോൾ മാക്സിമം ഞാൻ പോയ സമയത്തൊക്കെ എന്ന് വെച്ചാൽ 5 മിനിറ്റൊക്കെ ഈ നിലമ്പൂർ ട്രെയിൻ നിർത്തി തന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഈ സംഭവം എന്ന് വെച്ചാൽ ഇത് നേരത്തെ എടുത്തു എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ 24 ന്യൂസിൻ്റെ ചാനൽ നോക്കിയപ്പോൾ അവരങ്ങനെ ആ ന്യൂസിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ എടുത്തിട്ട് യാത്രക്കാരെന്ന് വെച്ചാൽ അവിടെ കുടുങ്ങി. അതാണ് അവർക്ക് പ്രതിഷേധത്തിന് കാരണമായത്. ആക്ച്വലി ഞാൻ യാത്ര ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ. ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഒരു 7:45 എത്തേണ്ട ഷൊർണൂർ ട്രെയിൻ കുറച്ച് അതിൻ്റെ ക്യാബിൻ്റെ കുറച്ച് മുന്നോട്ട് മാറിയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള പരിപാടി 7:45 ആകുമ്പോൾ എത്തും. എന്നിട്ട് ഈ സാധനം അവിടെ നിന്ന് എടുത്ത് ഒരു 8:05 8:06 ആകുമ്പോഴാണ് ഈ സാധനം അവിടെ നിന്ന് എടുത്തിട്ട് നേരെ 8:10 ഒക്കെ ആകുമ്പോൾ നേരെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവിടുക. വേറെ ട്രെയിനുകളുടെ പാസിങ്ങോ അങ്ങനെ കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇത് കാരണം ബുദ്ധിമുട്ടുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണക്ഷൻ ട്രെയിൻ പ്രതീക്ഷിച്ച് വരുന്ന ഒരുപാട് യാത്രക്കാരാണ്. നമുക്കറിയാലോ, ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, സ്ത്രീകൾ, കുട്ടികൾ. ഞാൻ ഉണ്ടായപ്പോൾ എക്സ്പീരിയൻസ് തന്നെ ഞാൻ പറയാം. ഞാൻ ഇങ്ങനെ ഇതേപോലെ എത്തിയിട്ട് ഈ കണക്ഷൻ ട്രെയിൻ അവിടെ നിന്ന് എടുക്കാനുള്ള ശ്രമം. കാരണം ഈ ഒരു ആൽപി എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ 6th പ്ലാറ്റ്ഫോമിൽ കൊണ്ടു നിർത്തും. എന്നിട്ട് ഈ ഒരു ആൾക്കാരെല്ലാം കൂടി ഇറങ്ങിയൊരു ഓട്ടം ഉണ്ട്. അതായത് ആ ഒരു ട്രെയിൻ അപ്പോഴേക്കും അവിടുന്ന് വിസില് അടിച്ച് അത് എടുക്കാനായിട്ടുണ്ടാവും. ആ ഒരു പ്ലാറ്റ്ഫോം മൊത്തം അവർ ആ ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ള കുട്ടികളൊക്കെ എടുത്ത് ഈ ഒരു ഓടിയിട്ട് ആ സമയത്ത് അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരുപാട് സ്ത്രീകളായാലും ആൾക്കാരും എല്ലാവരും ഒരു ഓട്ടമുണ്ട്. പലരും തട്ടിത്തടഞ്ഞ് വീഴും ഒക്കെയാണ്. ഈ ഒരു സിറ്റുവേഷനാണ് ആക്ച്വലി അവിടെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ട്രെയിൻ യാത്ര നിർത്തിയിട്ട് തന്നെ ഏകദേശം ഒരു 4-5 മാസമായി. ഇപ്പോഴും അതിനൊരു ഒരു പരിഹാരമായിട്ടില്ല. ഒന്നല്ലെങ്കിൽ നേരത്തെ എടുക്കുക, അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു കണക്ഷൻസ് പരിപാടിയൊന്നും റെയിൽവേ അധികൃതർ ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഇതിന് മുൻപേയും പ്രതിഷേധം നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് ആ സമയത്തൊക്കെ അന്നും വാർത്തയായിരുന്നു. ഇപ്പോഴും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ അതിന് പ്രതിഷേധിച്ചാണ് ഇപ്പം എന്താ യാത്രക്കാർ ചെയ്തിട്ടുള്ളത്. എന്തായാലും 24 ന്യൂസിൽ വന്ന ന്യൂസ് ജസ്റ്റ് നിങ്ങൾക്ക് ആ ക്ലിപ്പിംഗ് ഒന്നുകൂടെ വെച്ചുതരാം. പാലക്കാട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ പ്രതിഷേധം. നിലമ്പൂരിലേക്കുള്ള ട്രെയിൻ നേരത്തെ പുറപ്പെട്ടതിനെ തുടർന്നാണ് ട്രെയിൻ തടഞ്ഞ് യാത്രക്കാർ പ്രതിഷേധിക്കുന്നത്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് വിവരങ്ങൾ? യാത്രക്കാർ എന്താണ് പറയുന്നത്? ഇങ്ങനെ ട്രെയിൻ തടഞ്ഞൊരു പ്രതിഷേധത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? ഏറ്റവും പുതിയ വിവരം ഈ പ്രതിഷേധം അവസാനിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രതിഷേധത്തിലേക്ക് നയിച്ച സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പൊ ട്രെയിൻ തടഞ്ഞ് പ്രതിഷേധിക്കുക എന്നുള്ളത് കേരളത്തിൽ അത്ര സാധാരണമായിട്ടുള്ള ഒരു കാര്യമല്ല. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് അവരെ നയിച്ച പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ നിലമ്പൂരേക്കുള്ള രാത്രികാലത്ത് നിലമ്പൂർ പാസഞ്ചർ നേരത്തെ പുറപ്പെട്ടതാണ് യാത്രക്കാരുടെ പ്രതിഷേധത്തിനിടയാക്കിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒരുപാട് ആളുകൾ, പ്രായമായ ആളുകൾ അടക്കം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ട്രെയിനാണ്. ആ ട്രെയിൻ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നേരത്തെ പുറപ്പെടുകയാണ് ചെയ്തത്. ഇതേ തുടർന്ന് കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ തടഞ്ഞ് ഈ യാത്രക്കാർ പ്രതിഷേധിക്കുകയായിരുന്നു. കണ്ണൂർ ആലപ്പി എക്സ്പ്രസ് എത്തും മുൻപേ ഷൊർണൂർ നിലമ്പൂർ എക്സ്പ്രസ് യാത്ര തുടങ്ങി. അതായത് ഈ ട്രെയിൻ ആലപ്പുഴയിൽ നിന്നുള്ള ട്രെയിൻ അവിടെ എത്തിയാൽ മാത്രമേ ഇതിന് യാത്ര തുടരാൻ സാധ്യമാവുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അത് പരിഗണിക്കാതെ നേരത്തെ ഈ ട്രെയിൻ പുറപ്പെട്ടതാണ് യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കിയത്. ഇതേ തുടർന്നാണ് അവർ പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഏറെ നേരം ഈ കോഴിക്കോട്ടേക്കുള്ള ട്രെയിനിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് അവർ പ്രതിഷേധം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് പലവിധ ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ യാത്രക്കാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. പക്ഷേ ഏത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അല്പസമയം മുൻപാണ് ഈ പ്രതിഷേധം അവർ അവസാനിപ്പിച്ചതായുള്ള ഔദ്യോഗിക വിവരം ലഭ്യമാകുന്നത്. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചത്. ഇത് സ്ഥിരം പരിപാടിയാണ്. ആ കമന്റ് സെക്ഷൻ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, സ്ഥിരം പരിപാടിയാണ്. കാര്യം കഴിഞ്ഞ ഒരു മാസം തന്നെയാണ് തോന്നുന്നു, കഴിഞ്ഞ 1.5 മാസം മുന്നൊക്കെയാണ് തോന്നുന്നത് 200 പേര് പിന്നെ അവിടെ പെട്ടു. കാര്യം വെച്ചാൽ നിലമ്പൂർക്ക് ആ സമയത്ത് വേറെ ട്രെയിനുകൾ ഡിപ്പെൻഡ് ചെയ്യാനില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ സർവീസ് ഏർപ്പെടുത്തി അതൊക്കെ ഓക്കെ, ബട്ട് അതൊന്നും അല്ലല്ലോ ചെയ്യേണ്ടത്. ഇതിനൊരു സ്ഥിരമായിട്ടൊരു പരിഹാരം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളം
ടു ഷൊർണൂർ മെമു നമ്മുടെ നിലമ്പൂർ വരെ നീട്ടുന്നു എന്ന് കേട്ടു. അത് വരികയാണെങ്കിൽ പെട്ടെന്ന് വരിക. അതേപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് അതുവരെ ഒരു പരിഹാരം ഉണ്ടാക്കിക്കൂടെ? കാര്യം എത്ര പേരാണ്, കാരണം ഈ ഒരു ട്രെയിനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് പേര് യാത്ര ചെയ്യുന്നത്, അവിടെ പോയി ജോലി ചെയ്തിട്ട് വരുന്നവർ, സ്ത്രീകൾ, കുട്ടികൾ, ഇത്രയും പേര് ദുരിതം അനുഭവിക്കാൻ വേണ്ടി പല തവണയായി ഇത്. ഇപ്പോഴും അതിനൊരു പരിഹാരമായിട്ടില്ല. ഇപ്പം രാജറാണിയിലാണ് ഞാൻ യാത്ര ചെയ്യില്ല ആക്ച്വലി. അതെനിക്ക് പിന്നെ അതാണ് പിന്നെയും കുറച്ച് സൗകര്യം എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ രാജറാണി ആ ഒരു ട്രെയിൻ നിർത്തി, ആ ഒരു വരവ് നിർത്തി, പകൽ സമയമുള്ള യാത്ര നിർത്തുക എന്നുള്ളതാണ്. കാര്യം ഇത് എത്തില്ല. കാര്യം അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു ബസ്സൊക്കെ പിടിച്ച് രാത്രി ഏത് സമയത്ത് ഇവിടെ എത്തുന്ന ഒരു പിടുത്തവും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതാണ് ഒരു പരിഹാരമായിട്ടില്ല. അതാണ് പെട്ടെന്ന് എനിക്ക് ഈ ന്യൂസ് കണ്ടപ്പോൾ, ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്തായാലും പറയണമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരം കാണുക. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇത്രയും ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് പല തവണയായില്ലേക്ക് എപ്പോഴെങ്കിലും ഒരു സൊല്യൂഷൻ ആവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇലക്ട്രിഫൈങ് വർക്കും കാര്യങ്ങളൊക്കെ ലാസ്റ്റിലേക്ക് എത്തി, കുറേ വണ്ടികളൊക്കെ ഇനി വരാൻ പോകുന്നു, ടൈമിങ് മാറാൻ പോകുന്നൊക്കെ കേൾക്കുന്നുണ്ട്. ബട്ട് എന്തായാലും ഇത് കുറച്ചും കൂടി ക്യുക്കാക്കുക. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ആവാനുള്ള സമയം ഒരുപാട് അതിക്രമിച്ച് കഴിഞ്ഞു എന്നേ പറയാനുള്ളൂ. എന്തായാലും വളരെയധികം വിഷമമുണ്ട്. കാര്യം ഇത്രയും പേര്, ഒരുപാട് പേരായി, ഇപ്പോൾ ഒരുപാട് തവണയായി. അപ്പോൾ എത്രയും പെട്ടെന്ന് പരിഹാരം കാണുന്നു പ്രതീക്ഷിക്കുന്നു.